രാജ്യത്തിന് ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വലിയ കയ്യടി കൊടുക്കാം. കാരണം അവർ ജനാധിപത്യത്തിന്റെ കരുത്ത് നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. സൈനിക ഭരണത്തിന്റെ കയ്പുനീര് ഏറെ കുടിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ ജനങ്ങൾ. ഇപ്പോൾ പുറത്തുവരുന്ന തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യ സംവിധാനത്തോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം വെളിപ്പെടുത്തുന്നതാണ്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ നിർണായക രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് പാകിസ്ഥാൻ. ആകെയുള്ള 336 സീറ്റുകളിൽ 266 എണ്ണത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 252 സീറ്റുകളിലെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഫലപ്രഖ്യാപനത്തിൽ 97 സീറ്റുകളുമായി ഇമ്രാൻഖാന്റെ PTI സ്വതന്ത്രരാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. രണ്ടാം സ്ഥാനത്ത് 72 സീറ്റുകൾ നേടിയ നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള PLMN ആണ്. ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 52 സീറ്റ് കരസ്ഥമാക്കി മൂന്നാം സ്ഥാനത്താണ്. പാകിസ്ഥാനിൽ സർക്കാരുണ്ടാക്കുവാൻ 133 സീറ്റുകൾ വേണം. നില പരുങ്ങലിലാണെന്ന് കണ്ടതോടെ ആരുമായും സഖ്യത്തിന് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് നവാസ് ഷെരീഫ് രംഗത്തെത്തി. പക്ഷേ നവാസ് ഷെരീഫുമായി ഒരു തരത്തിലുമുള്ള സഖ്യത്തിനും തയ്യാറല്ലെന്നാണ് മൂന്നാം സ്ഥാനത്തുള്ള PPPയുടെ നിലപാട്. സാങ്കേതികമായി നവാസ് ഷെരീഫിന്റെ പാർട്ടിയാണ് ഭൂരിപക്ഷമുള്ള ഒറ്റകക്ഷി. ഇമ്രാൻഖാന്റെ പാർട്ടിയെ പിരിച്ചുവിട്ടിരുന്നു. അതിലൂടെ രാഷ്ട്രീയ നേട്ടം തന്നെയാണ് നവാസ് ഷെരീഫ് ലക്ഷ്യമിട്ടത്. എന്നാൽ ഈ വിജയത്തിൽ നവാസ് ഷെരീഫിന് അഭിമാനിക്കാനൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എക്കാലവും പാകിസ്ഥാന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് സൈന്യമാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ. നവാസ് ഷെരീഫാണ് ഇപ്പോൾ സൈന്യത്തിന് പ്രിയപ്പെട്ടവൻ. ഇമ്രാൻഖാനെ സൈന്യം പിന്തുണയ്ക്കുന്നതേയില്ല. അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാൻ ജനതയുടെ വിധിയെഴുത്ത് സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകുന്നതാണ്. കൈയും കാലും പൂട്ടിക്കെട്ടിയിട്ടും ജയിലിൽ അടച്ചിട്ടും സ്വന്തമായി പാർട്ടിയോ ചിഹ്നമോ ഇല്ലാതെ സ്വതന്ത്രരായി മത്സരിച്ചിട്ടും ഇമ്രാൻഖാന്റെ പാർട്ടി നേടിയ വിജയത്തിന്റെ മധുരം വളരെ വലുതാണ്. ജനാധിപത്യത്തിന്റെ ശക്തി തന്നെയാണിത്. സർക്കാർ രൂപീകരണ നീക്കവുമായി നവാസ് ഷെരീഫ് മുന്നോട്ട് പോവുകയാണ്. തൂക്കുമന്ത്രിസഭയ്ക്കാണ് സാധ്യത. സാങ്കേതികമായി നവാസ് ഷെരീഫിന്റെ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒറ്റകക്ഷിയെങ്കിലും ഇമ്രാന്റെ പിരിച്ചുവിട്ട പാർട്ടിക്കാണ് ഏറ്റവും അധികം സീറ്റ് കിട്ടിയത്. എന്നാൽ ആരുമായും സഖ്യത്തിനില്ലെന്നും ഒറ്റയ്ക്ക് ഭരിക്കുമെന്നും ഇമ്രാൻഖാൻ അറിയിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് പിരിച്ചുവിടുകയും ചിഹ്നം നിഷേധിക്കപ്പെടുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ സ്വതന്ത്രരായി മത്സരിച്ച് ഇത്രയും വലിയ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നത്. സംഭവ ബഹുലമായിരുന്നു ഇത്തവണത്തെ പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ്. ജനസമ്മതിയുള്ള ഒരു നേതാവിനെ ജയിലിലടച്ച് പാവ ഗവൺമെന്റിനെ അധികാരത്തിലെത്തിക്കാനുള്ള സൈന്യത്തിന്റെ കുടില ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ വേദിയായി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന രാജ്യം തുടർച്ചയായ തീവ്രവാദി ആക്രമണങ്ങളും നേരിട്ടിരുന്നു. തീവ്രവാദ ആക്രമണങ്ങളും ഇന്റർനെറ്റ് നിരോധനവും കൊണ്ട് കലുഷിതമായിരുന്നു തെരഞ്ഞെടുപ്പ് ദിനങ്ങൾ. വോട്ടെണ്ണൽ വൈകുന്നത് അട്ടിമറി ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് ആരോപിച്ച PTA പ്രവർത്തകർ പലയിടത്തും പോലീസുമായി ഏറ്റുമുട്ടി. തെരഞ്ഞെടുപ്പിൽ സുരക്ഷയ്ക്കായി 6.5 ലക്ഷം സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസമായ വ്യാഴാഴ്ച 28 പേരാണ് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ പോലീസ് വെടിവയ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ ഇത്തരം സംഭവങ്ങൾ സാധാരണയാണ്. ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാന്റെ പിന്തുണയിൽ അപ്രതീക്ഷിത വിജയം നേടിയതിൽ PTIയുടെ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങളിലാണ്. മത്സരിക്കാത്തതുകൊണ്ട് ഇമ്രാൻഖാൻ പാർലമെന്റിൽ ഉണ്ടാവില്ല. പക്ഷേ ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞാൽ തടവറയിൽ കിടന്നുകൊണ്ട് ഒരു തടവുപുള്ളിയായി തന്നെ അദ്ദേഹം പാർലമെന്റിനെ നിയന്ത്രിക്കും എന്നതിൽ സംശയമില്ല.